തിരുവനന്തപുരം ബൈപ്പാസ് റോഡിൽ കുട്ടിക്ക് ബൈക്ക് പരിശീലനം നൽകുന്ന സാഹസിക ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. കഴക്കൂട്ടം കാരോട് ബൈപ്പാസിലാണ് കുട്ടിയെ കൊണ്ട് ബൈക്കിന്റെ ഹാൻഡിൽ നിയന്ത്രിച്ചത്. ബൈക്ക് നിയന്ത്രണം വിട്ടു പോകുന്ന ദൃശ്യവും മാതൃഭൂമി ന്യൂസ് ലഭിച്ചു. ഇരുവർക്ക് ഹെൽമറ്റും ഉണ്ടായിരുന്നില്ല. ദൃശ്യങ്ങൾ കാണാൻ നമുക്ക് ആദ്യം വിശദമായി. പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. ഈ ഗൗരവമേറിയ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ നൽകാൻ. പ്രശാന്ത്, ഈ കാരോട് ഇഞ്ചക്കൽ ഈ പാത, ദേശീയപാത നമ്മൾ മരണപാത എന്ന ടൈറ്റിൽ തന്നെ കൊടുത്തത് ഇവിടെ 4 വർഷത്തിനിടെ 32 ജീവനുകളാണ് പൊലിഞ്ഞു പോയത്. അപ്പോൾ അത്രത്തോളം അപകടം പിടിച്ച ഒരു റോഡിലാണ് ഒരു പിഞ്ചു കുഞ്ഞിനെ വെച്ച് ഈ സാഹസിക യാത്ര നടത്തുന്നത്. എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഈ യാത്ര എത്ര സമയം നീണ്ടു നിന്നു? ഇതെങ്ങനെയാണ് നമുക്ക് പകർത്താൻ കഴിഞ്ഞതും? ഈ വ്യക്തി ആരെന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭ്യമാണോ പ്രശാന്തേ? പ്രതീക്ഷ, ലൈസൻസ് ഉള്ള ഒരാൾ പോലും അനുകരിക്കാൻ പാടില്ലാത്ത പ്രവൃത്തിയാണ് ഇന്നിപ്പോൾ കോവളത്തിനും കാരോടിനും ഇടയ്ക്കുള്ള ദേശീയപാതയിൽ നമ്മൾ കണ്ട ഈ ദൃശ്യത്തിലുള്ളത്. അതായത് ഒരു കുട്ടിയെ 10 വയസ്സിൽ താഴെ മാത്രമേ ആ കുട്ടിക്ക് പ്രായമുള്ളൂ എന്നത് നമുക്ക് ആ ദൃശ്യത്തിൽ തന്നെ കുട്ടിയുടെ ഒരു വലിപ്പം കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. ഒരു മുതിർന്ന ആൾ, അത് അച്ഛനാണോ ബന്ധുവാണോ ഒന്നും നമുക്കറിയില്ല, ഈ വാഹനം ഓടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം, അതായത് ഈ ബൈക്കിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും ഈ കുഞ്ഞിൻ്റെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്. ആക്സിലേറ്റർ നിയന്ത്രിക്കുന്നത് ഈ കുഞ്ഞാണ്. അദ്ദേഹത്തിൻ്റെ ശരീരം വെച്ച് ഇടയ്ക്കൊക്കെ ബാലൻസ് ചെയ്യുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഈ ദൃശ്യം പകർത്തിയത്. അതായത് അദ്ദേഹവും കുടുംബവും വാഹനത്തിൽ പോകുന്ന സമയത്ത് കോവളം കഴിഞ്ഞ് മുക്കോല പാലത്തിൻ്റെ ഭാഗത്ത് എത്തുമ്പോഴാണ് ഈ ബൈക്കിൽ ഈ ആൾ പോകുന്നത് കാണുന്നത്. അപ്പോൾ പിന്നിൽ നിന്ന് നോക്കുന്നവർക്ക് ഈ ആൾ ഹാൻഡിൽ നിയന്ത്രണം ഇദ്ദേഹത്തിനില്ല. മുന്നിൽ ഇരിക്കുന്ന ചെറിയ കുട്ടിയാണ് ഹാൻഡിൽ നിയന്ത്രിക്കുന്നത്. ഇടയ്ക്ക് നിയന്ത്രണം പോകുമെന്ന് തോന്നുമ്പോൾ ഈ മുതിർന്ന ആൾ ഹാൻഡിൽ ഒരു കൈ താങ്ങും കൊടുക്കുന്നത് കാണാൻ സാധിക്കുമായിരുന്നു. കാരോട് വരെയാണ്, അതായത് ഈ പുറകിൽ കാറിൽ സഞ്ചരിച്ച കുടുംബം തമിഴ്നാട് സ്വദേശികളാണ്.